ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് വന്നിട്ടുള്ളത് രാവിലെ മുതൽ ഉച്ചവരെയുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ ഇതാ ഒരു 9:30-10 മണിയൊക്കെ കഴിക്കുന്നു കേട്ടോ. അപ്പോൾ തുടക്കാൻ വേണ്ടിയിട്ട് എല്ലോടും ഒന്ന് അടിച്ചു പോരാണ്. അപ്പോൾ രാവിലെ ചായയും കടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞ ശേഷമാണ് ഞാൻ അടിച്ചു വരാൻ നിന്നത്. അപ്പം എല്ലായിടത്തും ഒന്ന് അടിച്ചു വരി കഴിഞ്ഞില്ല, ഇനി തുടക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഹാളിലാണ് ആദ്യം തുടക്കണത്. അപ്പോൾ അവിടെ കാർപ്പറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ അതൊന്നും മാറ്റിയെടുത്തിട്ടില്ല. അതും ഇടയ്ക്കൊന്ന് എടുത്ത് മാറ്റിയിട്ടാണ് അടിച്ച് തുടക്കുകയുള്ളൂ, എപ്പോഴും ചെയ്യില്ല. അപ്പോൾ ഹാളിലൊക്കെ തുടക്കലും അടിക്കലൊക്കെ കഴിഞ്ഞ് ഇനി അടുത്തത് ബെഡ്റൂമിലേക്കാണ്. ഇനി അടിച്ച് തുടക്കാൻ പോകുന്നത്. അപ്പോൾ അടിക്കലൊക്കെ ബെഡ്റൂമിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം തുടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ ദിവാങ്കോട്ടും മറ്റേ മെഷീനും ഒക്കെ ഉണ്ട് റൂമിൽ. അപ്പോൾ അത് കാരണം അതൊക്കെ മാറ്റിയിട്ട് വേണം ഒന്ന് തുടച്ചെടുക്കണമെങ്കിൽ. അപ്പോൾ അത് ആ ഭാഗമൊക്കെ എല്ലോടും തുടച്ച് എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ ബെഡ്റൂമൊക്കെ തുടക്കൽ കഴിഞ്ഞ് ഇനി അപ്പുറത്തൊരു ഹാളുണ്ട്, അവിടെയാണ് തുടക്കാൻ ഇനി അടുത്തത്. അവിടുന്ന് കണ്ട് ഹാളിലേക്ക് തന്നെ വന്നിട്ടുണ്ട് തുടക്കാൻ. അപ്പോൾ ഹാളിൽ ആ ബെഡ്റൂമിൻ്റെ സൈഡാണ്. ഇനി അടുത്ത ഹാളിലേക്കാണ്, രണ്ടാമത്തെ ഹാളാണ് ഇനി ഹാള്. അപ്പം ഇനി അവിടെ നിന്ന് കസാലൊക്കെ മാറ്റിയിട്ടിട്ട് വേണം തുടക്കാൻ. അപ്പം എല്ലാതും മാറ്റിയിട്ട് ഫോണിൽ അവിടെ നിന്ന് കണ്ട് ഹാളിൽ തുടച്ചെടുക്കണം. അപ്പോൾ കസാലൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ അടിയും ഒക്കെ തുടച്ചെടുക്കണമല്ലോ. അപ്പം ആദ്യം അതിൻ്റെ സൈഡൊക്കെ തുടച്ചിട്ടാണ് പിന്നെ അടിയിൽ തുടക്കാൻ നിന്നത്. അപ്പം അങ്ങനെ ആ ഭാഗമൊക്കെ തുടച്ച് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ശേഷം കസാല എല്ലാതും നീക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ കസാലൊക്കെ മാറ്റി ഇട്ട് അങ്ങനെ ആ ഭാഗമൊക്കെ തുടക്കൽ കഴിഞ്ഞ ശേഷമാണ് ഞാൻ മുൻവശത്ത് തുടക്കാൻ നിന്നത് കേട്ടോ. നമ്മൾ തുടക്കണുണ്ടെങ്കിൽ കസാലയും മേശൊക്കെ ഉണ്ടെങ്കിൽ എന്താ ബുദ്ധിമുട്ടില്ലേ തുടക്കാനൊക്കെ. അപ്പോൾ വേഗം തുടച്ചെടുക്കാനും പറ്റില്ല. അപ്പോൾ ഒക്കെ മാറ്റിയിട്ടിട്ട് വേണ്ട തുടക്കണമെങ്കിൽ. അപ്പം അങ്ങനെ ആ സൈഡിൽ നിന്നൊക്കെ മാറ്റിയിട്ട് മോൻ്റെ കുട്ടറെ ഇതൊക്കെ ഇരിക്കേണ്ട വണ്ടികളൊക്കെ അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒതുക്കി വെച്ചിട്ടാണ് പിന്നെ അവിടെയൊക്കെ തുടക്കാൻ നിന്നത്. അപ്പം അങ്ങനെ ഹാളും 2 ബെഡ്റൂമൊക്കെ തുടച്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷമാണ് പിന്നെ അതിലൊക്കെ അടുപ്പിച്ചിട്ട് കസാലൊക്കെ അങ്ങനെ കൊലായത്തിമേൽക്കാണ് വന്നിട്ടുള്ളത് മുൻവശത്തെ. അപ്പോൾ കൊലായൊക്കെ ഒന്ന് തുടച്ച് അവിടെയും കസാലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടിട്ട് തന്നെ തുടച്ചെടുക്കുന്നത്. അങ്ങനെ കോലായൊക്കെ തുടച്ചെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങുകയാണത്. ഒരു പടി വെച്ചിട്ടുണ്ട് കേട്ടോ, നായ കയറുന്നതിനാണ്. അപ്പോൾ ചവിട്ടുപടിയൊക്കെ തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ആ ഭാഗം എല്ലോടും തുടച്ചെടുത്ത് 2 സൈഡിലും ഉണ്ട് കേട്ടോ ഈ ചെടികൾ വെച്ച ഭാഗമൊക്കെ. അപ്പോൾ ആ സൈഡൊക്കെ ഞാൻ തുടച്ചെടുക്കുകയാണ്. അപ്പം അങ്ങനെ കോലായൊക്കെ തുടച്ചെടുത്തത് ഇനി അകത്തേക്ക് കയറുകയാണ്. കിച്ചണൊന്നും ഞാൻ തുടക്കണത് കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിൽ ചെടിയൊന്ന് ഞാൻ വീഡിയോ ചെയ്തതാണ് മാത്രം. അപ്പം അങ്ങനെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചായയും പത്തിരിയും കോളിഫ്ലവറിൻ്റെ കറിയാണ് കേട്ടോ പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല, അതൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിലതൊക്കെ ആകെ പപ്പായ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. അപ്പം ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ്, ഉപ്പേരിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ പൊട്ടിച്ചിട്ട് തന്നെ അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചെന്ന് നോക്കുമ്പോൾ നല്ല മൂത്ത പപ്പായാണ്. അപ്പോൾ അതിന് നല്ലത് നോക്കിയിട്ട് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അരി കഴുകാൻ വേണ്ടിയിട്ട് ഇട്ടേക്കണം കുക്കറിൽ തന്നെ ഇട്ടാ വെക്കാറ്. റൈസ് കുക്കറുണ്ട്, അതിലൊന്നും വെക്കാറില്ല. അപ്പോൾ അത് ഇതിലാകുമ്പോൾ വേഗം കഴിയുമല്ലോ ചോദിച്ചപ്പോൾ ഞാൻ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് മാങ്ങയും തക്കാളിയും പച്ചമുളകും വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് അതിലേക്ക് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പിട്ട് വിട്ട് എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കണം, നന്നായിട്ട് ഇളക്കിയിട്ട്. അപ്പോൾ അതൊക്കെ നന്നായി ഇളക്കി കൊടുത്ത് ഇനി വേവിക്കാൻ വെക്കാം. മീനിടുന്നതും ഒന്നും കാണിക്കാൻ പറ്റില്ല, അപ്പോഴത്തേനും ചോറ് വെന്തുണ്ടായിരുന്നു. മീനിടലും കറിയൊക്കെ വറ്റലൊക്കെ കഴിഞ്ഞ് ഇനി താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാൻ വേണ്ടി ഞാൻ തേങ്ങനെ ചിരവിയിട്ട് നന്നായി കൈ കൊണ്ട് പിഴിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പിഴിഞ്ഞെടുത്ത് അരിപ്പയിൽ അരിച്ച ശേഷമാണ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ. അപ്പോൾ അയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ പൊരിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കറിയിലേക്ക് താളിക്കാനായിട്ട് ഉള്ളിയും വേപ്പിൻ്റെ ഇലയും വെളിച്ചെണ്ണയിലാണ് താളിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മാങ്ങ പുളി കുറവുള്ള മാങ്ങയാണ്, അപ്പോൾ അതാണ് അത്രയും കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പയറൊക്കെ വെന്ത് കിട്ടിയിട്ട് കുറച്ച് പയറുണ്ടായിരുന്നു, വേവിച്ചതാണ് കുക്കറിൽ.
അതിലേക്ക് പപ്പായയുടെ കഷ്ണങ്ങളാക്കിയിട്ട് കണ്ടില്ലേ, മധുരം ചെറുതായിട്ടും ഉണ്ട്, അധികം മധുരമില്ലെന്നും അങ്ങനത്തെ പപ്പായാണ്. അപ്പം അത് അതിലിട്ട് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കുകയാണ് പയറിൻ്റെ കൂടെ. അപ്പം അതിന് താളിക്കാനായിട്ട് ഇതാ വെളിച്ചെണ്ണയും കടുകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും വേപ്പിൻ്റെ ഒക്കെ ഇട്ടിട്ട് ഇതാ മൂത്ത ശേഷയിലേക്ക് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്നിട്ട് അതിൽ ചെരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്, എല്ലാവരും മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.